ഇല്ല, അവര് തമ്മിലൊന്നുമില്ല. നീ ഇതെന്തൊക്കെയാ പറയുന്നത് സരള? എനിക്ക് മനസ്സിലാകുന്നില്ല നീ അവരെ ഏത് ആംഗിളിൽ നിന്നാ കാണുന്നതെന്ന്. പക്ഷേ ഞാൻ നോക്കിയ ആംഗിളിലുണ്ടല്ലോ, അവർക്ക് രണ്ടുപേർക്കും ഇടയില് ലവ് ലവ് ആൻഡ് ലവ്, ഓൺലി ലവ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എനിക്ക്. നീ ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇല്ല ഇല്ല രാധികെ, സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല അവര് തമ്മില്. ഞാനല്ല നിന്നോട് പറയുന്നത്. ഇല്ല, അങ്ങനൊന്നും അല്ല. അവര് തമ്മിൽ ശരിക്കും എന്തോ ബന്ധമുണ്ട്. നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, അവര് രണ്ടുപേരും എപ്പോഴും വഴക്കടിച്ചോണ്ടിരിക്കുന്നേ. അതായത് നമ്മുടെ കിരണും പ്രീതിയും പോലെ, അവരെ പോലെ തന്നെയാണ്. എന്റെ ദൈവമേ, എനിക്കിപ്പോ തോന്നുവാ നമ്മുടെ കിരണിന്റെ പ്രീതിയുടെ ഇടയിൽ ഇങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന്. ശരിയല്ലേ രാധിക? പ്രീതിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞ് അവളുടെ കല്യാണവും നടക്കും. സോറി സോറി, എനിക്ക് നിങ്ങൾ എന്നോട് സോറി ഒന്നും പറയേണ്ട കാര്യം. കിരണിന്റെയും പ്രീതിയുടെയും കാര്യത്തില് നിന്റെ ജഡ്ജ്മെന്റ് വളരെ ശരിയായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, സൃഷ്ടിയുടെയും സമീറിന്റെയും കാര്യത്തിൽ നിന്റെ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു, വെറും തെറ്റായിരുന്നു. ഞാൻ പറയുന്നു, ഉറപ്പായിട്ടും അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ, അവരുടെ ഹൃദയം ഇങ്ങനെ മിടിക്കും. അത് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. ഇല്ലില്ല രാധിക, അവര് തമ്മിൽ സത്യത്തിലൊന്നും അല്ലല്ല, അവരുടെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. രാധിക എന്താ? അങ്ങനെയൊന്നുമില്ല. നിന്റെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടാവും. ഷേളിന്റെ ഫോണിൽ ഇന്നലെ ഒരു പാസ്വേഡ് 1234 ആയിരുന്നു. അത് ഇന്നലെ പെട്ടെന്ന് 9287 ആയി. അവള് പാസ്വേഡ് മാറ്റി. ഇനി ഷേളിന് സംശയം തോന്നിട്ടാണോ അവള് പാസ്വേഡ് മാറ്റിയത്? ഇന്നലെ അവളുടെ ഫോൺ ആരും ചെക്ക് ചെയ്തെന്ന്. എക്സാക്ട്ലി അതാ സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ ഉറപ്പായിട്ട് അവളെ എല്ലാ സീക്രട്സും വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കാണും. അതുകൊണ്ടാണല്ലോ അവൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത്. ചെക്ക് ചെയ്തോളൂ എന്റെ ഫോൺ ചെക്ക് ചെയ്തോന്ന്. ചെയ്യുന്നേ. അവൾ ഒത്തിരി സ്മാർട്ടാ. പക്ഷെ ഒരു ദിവസം എനിക്ക് അവസരം കിട്ടും. അന്ന് ഞാൻ ഷേളിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചിരിക്കും. പാസ്വേഡ് ഓർ നോ പാസ്വേഡ്? ഓ എന്റെ അമ്മേ. ഓ സോറി. നിനക്ക് എത്ര അടി വെയിറ്റ്? വെയിറ്റ് 4950. ഇതിനെക്കാളും വെയിറ്റ് നീ ജിമ്മിൽ എടുക്കുന്നുണ്ടാവുമല്ലോ. നീ ഒത്തിരി അങ്ങ് സ്മാർട്ട് ആവല്ലേ. നീ ആദ്യം എന്നോട് ഇത് പറയും, നീ ഈ വീട്ടിലെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്? ഐ മീൻ നിനക്ക് നന്നായി അറിയില്ലേ ഈ വീട്ടിലെ വാതിൽ എവിടെയാണെന്നും, വാതിലിന്റെ ഫ്രണ്ടിലെ ഡോർ മാറ്റ് എവിടെയാണെന്നും, ഈ ഫാൻ എവിടെയാണെന്നും, ജനൽ എവിടെയാണെന്നും, കട്ടൻ എവിടെയാണെന്നും, പിന്നെ ലാമ്പ് എവിടെയാണെന്നും ഒന്നും അറിയില്ല നിനക്ക്. എല്ലാം അറിയാം, എങ്കിലും കൂട്ടിയിടിച്ച് വീഴാണങ്ങും. ഒരു മിനിറ്റ്, നീ എന്റെ മേലെ വീഴാൻ വേണ്ടി നടക്കല്ലേ? കിരൺ നമ്പരുടെ തൊട്ടടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേഹത്തേക്ക് വീഴും. എന്നെ അവൻ താങ്ങിക്കോളും. ഇനി അവൻ 50 മീറ്റർ അകലെയാണെങ്കിലും ശരി, നിന്നെ അവൻ ക്യാച്ച് ചെയ്യും. റൈറ്റ്? ഗോഡ്, എനിക്ക് മനസ്സിലാകുന്നില്ല നിന്റെ തലയ്ക്ക് ശരിക്കും എന്താണ് പ്രശ്നം. സത്യമായിട്ടും നീ ഇന്ന് എന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി. നിന്റെ ബുദ്ധിയുടെ ഏത് മെക്കാനിസം ഇങ്ങനെ നിന്നെ തല തിരിഞ്ഞ് ചിന്തിക്കാൻ മാത്രം പ്രേരിപ്പിക്കുന്നേ? ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നാ നിനക്ക് താങ്ക് യു പറഞ്ഞത്. അപ്പൊ നീ ഉണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാറ്. ആദ്യം നീ സഹായിക്കും, പിന്നെ നീ പൊക്കി പറഞ്ഞു പക്ഷേ. ഒരു മിനിറ്റ് വേണേ. എന്റെ ബുദ്ധി നേരത്തെ തന്നെ കൊഴിഞ്ഞു മറിഞ്ഞതാണ്. ഒത്തിരി തിരുമറികൾ നടക്കുന്നുണ്ട്. പക്ഷെ നിന്റെ ശ്രദ്ധയുടെ കാര്യമുണ്ടല്ലോ, എനിക്കത് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ വഴക്കണം. സമയം എടുത്ത്. എന്നാ ശരി, ബൈ. നിനക്കെന്താ ഇത്ര തിരക്ക്? അത് ആക്ച്വലി ഞാൻ നിന്നോട് എന്തിനാ പറയുന്നേ? നീ എന്നോട് 10 ചോദ്യം വേറെ ചോദിക്കും. നീ എന്തിനാ അങ്ങനെ ചിന്തിച്ചേ? നീ അങ്ങനെ ചിന്തിച്ചെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ? എനിക്ക് ഇതിനൊന്നും ഉത്തരം പറയാൻ വയ്യ. ഞാൻ ചോദിക്കുന്നില്ല, നീ തന്നെ എന്നോട് പറ. എന്താ നിന്റെ മനസ്സില്? ഉറപ്പാണോ? ഉറപ്പാ, ഞാൻ ചോദിക്കില്ല. അത് ആക്ച്വലി അത് ഞാനൊരു കാര്യം അന്വേഷിക്കാം. പൃഥ്വിയേട്ടനെ പറ്റിയാണോ? ഇതൊക്കെ ശീലമായി പോയ പെണ്ണല്ലേ നീ. ഞാൻ ഒരു ചോദ്യം ചോദിക്കില്ല, അതുകൊണ്ടൊന്നും ചോദിച്ചില്ല. പോ പെണ്ണെ. ആണോ അല്ലയോ? ഒരു ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ, അത് പറ. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുന്നില്ലല്ലോ. റിയലി? എങ്കിലും ഉത്തരം ഇതാടി. ഞാൻ നിന്റെ പൃഥ്വിയെ കുറിച്ചൊന്നും അല്ല സംസാരിച്ചത്, അവനെ കുറിച്ചല്ല ഞാൻ ചിന്തിച്ചത്. നിനക്ക് അറിയാലോ എനിക്ക് പൃഥ്വി കൂടാതെ മറ്റൊരു ശത്രു കൂടി ഉണ്ടെന്ന്. അത് ആക്ച്വലി എന്താ?
നീ പറഞ്ഞത് നീ എന്തോ അന്വേഷിക്കുകയാണെന്നല്ലേ? എന്താ നീ അന്വേഷിക്കുന്നേ? അത് പിന്നെ ഞാൻ എന്റെ ബോളാ തേടിക്കൊണ്ടിരുന്നേ. പിന്നെ നീ എന്തിനാ എല്ലായിടവും തേടുന്നത്? എവിടെയാണോ നീ വെച്ചിരിക്കുന്നത് അവിടെ പോയി അന്വേഷിക്കുക. നീ പറഞ്ഞു കഴിഞ്ഞോടി, എങ്കിൽ ഇവിടുന്ന് പോന്നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പൊക്കോളാം. പക്ഷെ ഒരു കാര്യം കൂടി, ഇല്ലെങ്കിൽ നീ നിന്റെ സമയം വെറുതെ പാഴാക്കും. നീ എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും പോയി തപ്പാതെ. കാരണം എല്ലാത്തിനും അതിന്റേതായ ഒരു സ്ഥാനമുണ്ട്. അത് അവിടുന്ന് മാത്രമേ കിട്ടൂ. പ്രീത അറക്കൽ, ഒരു മിനിറ്റ്. നീ എന്താ എന്നോട് പറഞ്ഞേ? എന്താ? ഐ മീൻ ഒന്നോട് പറയേ, എന്താ പറഞ്ഞത്? ഒരിക്കലും ഇല്ല. കാരണം എനിക്കറിയാം നീ എന്ത് ചെയ്യുമെന്ന്. നിനക്ക് ചിരിക്കാനല്ലേ? എന്നെ അങ്ങനെ കോമാളിയാക്കാൻ നോക്കണ്ട. ഒരിക്കൽ പറഞ്ഞാലോ, അത് മതി. വാവ് പ്രീത അറക്കൽ, വാട്ട് ആൻ ഐഡിയ. ഇനി എനിക്കറിയാം ഷേളിന്റെ സത്യം മുഴുവൻ എല്ലാവർക്കും മുന്നിൽ എങ്ങനെ കൊണ്ടുവരണമെന്ന്. പക്ഷെ ഈ ഐഡിയ എന്റെ തലയിൽ എന്താ നേരത്തെ തോന്നാത്തെ? സോറി മാഡം, ഞാൻ അല്പം വൈകി. എന്റെ മകൾക്ക് തീരെ സുഖമില്ലായിരുന്നു. എന്റെ കൂടെയുള്ളവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് സാരമില്ല, ഇവിടെ ഞങ്ങളുടെ കൂടി കുഴപ്പമുണ്ട്. ഞങ്ങളും അവസാനം വരെ മെനു സെലക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പോ ഗസ്റ്റുകൾ വരാനും തുടങ്ങി. ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എപ്പോ ചെയ്യും, എന്ത് ചെയ്യും, ഇതൊന്നും മനസ്സിലാവുന്നില്ല. എക്സ്ക്യൂസ് മീ, ആന്റി ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. എക്സ്ക്യൂസ് മീ, ഇവിടെ നമ്മുടെ കിച്ചണിലെ തൈര് ഇരിപ്പുണ്ടോ? അതെ. പെർഫെക്റ്റ്. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ചാട്ട് ഐറ്റംസ് തയ്യാറാക്കാം. നമ്മുടെ മെയിൻ മെനു സെറ്റ് ആകുന്നത് വരെ നമുക്ക് ഗസ്റ്റിന് ചാട്ട് ഐറ്റംസ് സെർവ് ചെയ്യാം. ഞാൻ എന്റെ അമ്മാവിന്റെ കടയിൽ നിന്ന് ചാട്ട് ഉണ്ടാക്കുന്ന പാക്കറ്റ്സ് വാങ്ങിക്കൊണ്ടുവരാം. എവറിത്തിങ് വിൽ ബി റെഡി ഇൻ 10-15 മിനിറ്റ്സ്. താങ്ക് യു. ഗ്രേറ്റ്. ആന്റി ഒട്ടും വിഷമിക്കേണ്ട. 20 മിനിറ്റിനുള്ളിൽ ചാട്ട് റെഡിയാകും. അതുവരെ നമുക്ക് ഗസ്റ്റിന് ഫ്രഷ് ജ്യൂസ് കൊടുക്കാം. അതിപ്പോ കിച്ചണിൽ റെഡി ആയിരിക്കാം. ഞാനിപ്പോ നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. എന്നാല് നിങ്ങൾ വേഗം ചെന്ന് ബാക്കി ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. പ്രീത മോളെ, നിന്റെ ബുദ്ധി വളരെ വേഗത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രശ്നം എത്ര ഈസി ആയിട്ടാണ് നീ പരിഹരിച്ചത്. ഇതിൽ ഇത്ര വലിയ കാര്യം എന്തിരിക്കുന്ന ആന്റി? എന്തായാലും ഇത് നിങ്ങളുടെ ആനിവേഴ്സറി പാർട്ടിയല്ലേ? അപ്പോ ഇത് നിങ്ങളെ പോലെ പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ. ആന്റി വിഷമിക്കാതിരിക്കും. ഞാനെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയി തന്നെ നടക്കും. എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ. പ്രീത, ഒരു കാര്യം പറഞ്ഞേ, നീ ആരെയാ കല്യാണം കഴിക്കാൻ പോകുന്നേ? പൃഥ്വി നിനക്ക് ബോറടിച്ചു തുടങ്ങിയോ? മറ്റാരെങ്കിലും ലക്ഷ്യം വെക്കാനാണോ ഉദ്ദേശം? വാട്ട്? ബിഹേവിയർ കണ്ടാ തോന്നുന്നു നീയാ ഈ വീട്ടിലെ ഭാവി മരുമകളെന്ന്. എപ്പോഴും ഡ്രാമ നടത്തിക്കൊണ്ടിരിക്കും. ഓ മൈ ഗോഡ്, ഞാൻ ഇത്ര ജോലിയാ ചെയ്തത്. രാധിക നീ ഇത്രയ്ക്ക് സോപ്പിടേണ്ട കാര്യം എന്താ നിനക്ക്? യു നോ വാട്ട് ഷെർലിൻ, നീ എന്ത് തന്നെ പറഞ്ഞാലും അതൊന്നും എനിക്ക് വിഷമം ഉണ്ടാക്കാറില്ല. കാരണം എന്താണെന്നറിയോ? കാരണം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, നിന്റെ ചിന്തകൾ വളരെ ചെറുതാണ്. പിന്നെ ആരുടെ മനസ്സിലാണോ സത്യമായ സ്നേഹമുള്ളത് അവർക്ക് ആരെയും സോപ്പിടേണ്ട കാര്യമില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. നിനക്കിതൊന്നും മനസ്സിലാവില്ല. കാരണം നിന്റെ ഈ ചെറിയ ബുദ്ധിയില് ഇത് ഫിറ്റ് ആവില്ല. പ്രീത, എത്ര നേരമായി അന്വേഷിക്കുന്നു? വരൂ. എന്തു പറ്റി? ഇന്ന് കാലിന് വേദന കൂടുതലാണോ? കണ്ടോ ദീപ, മുഖത്തൊന്നു തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്ന്. നിന്നെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് രോഹിത്തിന്റെ ഭാവി വധു. പിന്നെ ഇവൾ കൊള്ളാലോ. രാധികയ്ക്ക് നല്ല സുന്ദരി മരുമകളെയാണല്ലോ കിട്ടിയത്. സുന്ദരിയാണ്, പിന്നെ ഇത്രയധികം ജോലികളും ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഡോക്ടറും ആണല്ലോ. അല്ല, ഇത് ഷെർലിൻ. ഇവളാണ് രോഹിത്തിന്റെ വധു. എങ്കിൽ പിന്നെ കിരണിനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചുകൂടെ? എത്ര സുന്ദരിയാ ഇവള്. നിങ്ങളിവളെ വിട്ടുകളയരുത്, ഞാൻ പറഞ്ഞേക്കാം. ആന്റി, അത് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ഓ, ശരിക്കും എല്ലാം ഒരു ഭാഗ്യമാണ്. ഗോഡ്, ഞാനിവിടെ നിൽക്കുകയാണ്. പക്ഷെ ഈ സ്ത്രീ ഇവളെയാണല്ലോ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവളിൽ എന്തോ ഒന്നുണ്ട്. കാരണം എന്റെ ബേബിക്കും ഇപ്പൊ ജലസ് ഫീൽ ചെയ്യുന്നുണ്ട്. കിരണിനെ പ്രീതിയെ ഒന്നിച്ച് കാണുമ്പോ എനിക്ക് തോന്നുന്നത് അവന് പതിയെ അവളിലേക്ക് അട്രാക്ട് ആവുകയാണ്. ഗോഡ്, ഐ ജസ്റ്റ് ഹേറ്റ് ഹർ. ഹായ് മുത്തശ്ശി. ഹായ് ആന്റി. അതായത് എനിക്ക് ചേച്ചീനെ ഒരിടത്ത് കൊണ്ടുപോകണമായിരുന്നു. കിരൺ സാർ വിളിച്ചിട്ടുണ്ട്, ഭയങ്കര അർജന്റ് ആണ്. നമുക്ക് പിന്നെ പോവാം. നീ ആന്റി പരിചയപ്പെട്ടോ? അല്ല മുത്തശ്ശി, എന്ത് അർജന്റ് ആയ കാര്യമെന്നറിയോ? ചേച്ചി കാണിക്കുന്നുണ്ടോ? ശരി, നിങ്ങൾ പോയിക്കോ. നോക്ക്, മുത്തശ്ശിയും പറഞ്ഞു. ശരി. ആന്റി കണ്ടതിൽ വളരെ സന്തോഷം. പോയിട്ട് വരാം. പറ, എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? നീ ഇവളോട് പറഞ്ഞില്ലേ? ഇല്ല സർ, സാർ തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ നിന്നെ ഇവളുടെ അടുത്തേക്ക് വിട്ടത്? എനിവേസ്, അത് പോട്ടെ. പ്രീത അറക്കൽ,
ഒരു ചോദ്യം ചോദിക്കാതെ എന്റെ പ്ലാൻ മുഴുവൻ നീ കേൾക്കണം. പ്ലാനോ? ഇപ്പൊ നീ എന്ത് പ്ലാനാ ചെയ്യാൻ പോകുന്നേ? നീ എന്തെങ്കിലും ഗെയിം ഓർഗനൈസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആണെങ്കിലും ഓക്കെ. എന്റെ ചേച്ചി പ്ലീസ്, ഞങ്ങൾ ഇവിടെ എങ്ങനെ ഷേർലിനെയും പൃഥ്വിയും കൈയോടെ പിടിക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. ചേച്ചിക്ക് മ്യൂസിക്കിന്റെ എന്റർടൈൻമെന്റിന്റെ ചിന്തയാണോ? പ്രയോറിറ്റി ചേച്ചി, പ്രയോറിറ്റി. അതായത് എന്റെ ചേച്ചിയുടെയും സാറിന്റെ ചേട്ടന്റെയും ജീവിത പ്രശ്നമായത്. ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നവരെ എന്റെ തലയിൽ വേറെ ഒന്നും കയറില്ല. പിന്നെ പതിരായി മാറും വരെ. ഓ മൈ ഗോഡ്. അതായത് രണ്ടിനും വീണ്ടും ഭ്രാന്ത് തുടങ്ങിയല്ലേ? ആദ്യമൊക്കെ രണ്ടിന്റെയും ഭ്രാന്ത് വേറെ വേറെ സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്നൊരു ടീം തന്നെ ഉണ്ടാക്കിയോ? നോക്ക്, നിങ്ങൾ രണ്ടുപേരുടെയും ഭ്രാന്ത് ഒന്നിച്ച് സഹിക്കാൻ എനിക്ക് തീർച്ചയായും പറ്റില്ല. ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞൊന്ന് കേക്ക്, എന്റെ പ്ലാൻ ഒന്ന് കേക്ക് നീ. ഇറ്റ്സ് എ ബ്രില്യന്റ് പ്ലാൻ. ഇത് കേട്ട് കഴിയുമ്പോ നീ നിന്റെ തീരുമാനം ചേഞ്ച് ചെയ്യും. ഐ എം ഷുവർ. ജസ്റ്റ് ലിസൺ ടു ഇറ്റ്. ഈ പ്ലാനിലൂടെ പ്രൂവ് ചെയ്യാൻ കഴിയും ഷേർലിനും പൃഥ്വിയും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന്. ജസ്റ്റ് ലിസൺ ടു മീ. നിക്ക്, ഒരു കാര്യം പറയട്ടെ. ഈ പ്ലാൻ നിന്റേതാണോ അതോ എന്റെ പുന്നാരനിയത്തി സൃഷ്ടിയുടേതാണോ? കാരണം ഇവളുടെ തലയിൽ ബുദ്ധിയുടെ 2-3 നുറുങ്ങുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും ഈ പ്ലാൻ എന്റേതാണ്. ഓക്കെ ഫൈൻ. നിന്റെ പ്ലാനോ അവളുടെ പ്ലാനോ ആയിക്കോട്ടെ. നീ എന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, നീ അപമാനിക്കപ്പെടേണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്തേക്ക്. സീരിയസ്ലി ചേച്ചി, കിരൺ സാർ ചേച്ചിയോട് പ്ലീസ് വരെ പറഞ്ഞു. നീ എന്നെ എപ്പോഴെങ്കിലും ഒരു നല്ല സുഹൃത്തെ കാണുന്നുണ്ടെങ്കിൽ, എന്റെ ഫ്രണ്ട്ഷിപ്പിന് നീ എന്തെങ്കിലും ബലി കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, നീ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം പ്ലീസ്. ശരി, സമ്മതിച്ചു. അങ്ങോട്ട് പറ കിരൺ സർ. നിനക്ക് ഓർമ്മയുണ്ട് നീ എന്നോട് എന്താ പറഞ്ഞെന്ന്? ഏത് കാര്യമാണെങ്കിലും അത് എവിടെയാണോ ഉള്ളത്, അതായത് അത് ബിലോങ് ചെയ്യുന്നത് എവിടെയാണോ അത് തേടാൻ, റൈറ്റ്? പിന്നെ നോക്ക് പ്രീത, എന്റെ ഫാമിലിയിൽ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്. എങ്കിലും എല്ലാവർക്കും എന്നെ പറ്റി നന്നായിട്ട് അറിയാം. എന്റെ ഗേൾ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ഏത് പെൺകുട്ടിക്കൊപ്പം ഞാൻ സീരിയസ് ആയിട്ടുള്ളത്, ഏത് പെൺകുട്ടിക്കൊപ്പം ഞാൻ ടൈം പാസ് ചെയ്യുന്നത്, ആർക്കൊപ്പം ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഡിന്നർ കഴിക്കുന്നു, ഇതൊക്കെ. നോക്ക്, നീ നിന്റെ ലൈഫിൽ ഒത്തിരി ചുറ്റിക്കറങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ അതിനെ കുറിച്ചൊക്കെ അറിയാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇനി പറയാൻ വന്ന കാര്യം പറ. എന്താടി, നിനക്ക് ജലസ് ആവുന്നോ? ജലസ്? എന്ത് കാര്യത്തിന്? നിന്റെ ഈ ചീപ്പ് അഫേഴ്സ് കണ്ടിട്ടോ? Are you sure you are not jealous? 100% sure. ഒരു മിനിറ്റ്, നമ്മളിപ്പോ ഓഫ് ടോപ്പിക്കിലാ പോകുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം പ്ലീസ്. പിന്നെ ജലസിയുടെ മണം എനിക്കും വരുന്നുണ്ട്. എനിവേസ് ലിസൺ, നോക്ക്, ലൈഫിൽ കണ്ടുമുട്ടൽ സ്വാഭാവികമാണ്. പിന്നെ ഞാൻ ഹാൻഡ്സോ അല്ലേ? എന്റെ ലൈഫിൽ ഒരുപാട് പെമ്പിളർ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ ഏത് പെൺകുട്ടിയാണ് എന്റെ ഫേവറേറ്റ്, അവളും ഞാനുള്ള പിക്സ് ഉണ്ടല്ലോ പ്രീത, അതൊക്കെ ഞാൻ എന്റെ റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒരു നിധി പോലെ. ഇനി ചിലപ്പോൾ ഷേളിന്റെ ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് അങ്ങനെ ഉള്ളതും കിട്ടിയാലോ? അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും പ്രീത ഷേളിനും പൃഥ്വിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാ, അതായത് ഇന്ന് രാത്രി ഷേളിനെ ഇവിടെ ഒരു നല്ല മരുമകളെന്ന് ആക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ അവളുടെ വീട് സെർച്ച് ചെയ്യും. യെസ്. ഇനി ഒരു കാര്യം കൂടി, ഞാനൊരിക്കൽ ഷേളിൻ ഏട്ടനോട് സംസാരിക്കുന്നത് കേട്ടായിരുന്നു. അവള് സ്ലാം ബുക്ക് എഴുതാറുണ്ടെന്ന്. അപ്പൊ നമ്മുടെ കയ്യിൽ ആ സ്ലാം ബുക്ക് കിട്ടിയാലുണ്ടല്ലോ, പിന്നെ ഷേളിന്റെ ജീവിതം മുഴുവനും നമ്മുടെ മുന്നിൽ തുറന്ന പുസ്തകം പോലെ ആവും. ഡു യു അണ്ടർസ്റ്റാൻഡ്? നത്തിങ്. ഐ സേ നത്തിങ്. അതായത് എനിക്കൊന്നും പറയാനേ ഇല്ല. ഇതാണോ നിങ്ങൾ രണ്ടാളും ഉണ്ടാക്കിയ പ്ലാന്? എന്ത് പൊളിഞ്ഞ പ്ലാനാ നിങ്ങളുടേത്? എനിക്കുണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും തലയിടാൻ വയ്യ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ നിങ്ങളെ തടയുന്നില്ല. കാരണം ഞങ്ങൾ നിൽക്കാനും പോകുന്നില്ല. എക്സാക്ട്ലി. കാരണം നീ പ്രശ്നങ്ങളെ മാടി വിളിക്കുന്ന ആളാണല്ലോ. എനിക്ക് ആ ശീലം എന്തായാലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ അതിലൊന്നും. ചേച്ചി, ഞാൻ പറയുന്നത് കേക്ക്. സർ, എനിക്ക് തോന്നുന്നു ചേച്ചി പേടിച്ചു പോയെന്നാ. അതെന്താന്നറിയോ, ഇതെങ്ങാനും ഇനി സത്യമായാലോ എന്നാ ചേച്ചിയുടെ പേടി. ഷെല്ലനും പൃഥ്വിയും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ സത്യമാണെന്ന് തെളിയിച്ചാലോ? ഭയങ്കര സാഡായി പോയി ചേച്ചി. പണ്ടാരോ പറഞ്ഞത് വളരെ ശരിയാ.
പ്രേമത്തിന് കണ്ണും മൂക്കൊന്നുമില്ല. പിന്നെ എന്റെ ചേച്ചി ആ പൃഥ്വിയുടെ പ്രണയത്തില് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുക. ചേച്ചി അയാളെ പറ്റി ഒന്നും മോശമായിട്ട് പറയത്തുമില്ല, മോശമായിട്ട് ചിന്തിക്കത്ത് പോലും ഇല്ല. നീ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പോവാതെ. എനിക്ക് നന്നായി അറിയാം എനിക്ക് ആരോട് സ്നേഹമൊന്നുമില്ലെന്ന്. ഞാൻ ആരുടെയും സ്നേഹത്തിൽ വീണ് പോയിട്ടുമില്ല. അത് ശരി. ഐ മീൻ നിനക്ക് പ്രേമൊന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവനെ ഇത്രയ്ക്കും പുകഴ്ത്തുന്നേ? ഇനി നിനക്ക് മറ്റാരോടെങ്കിലും പ്രേമമുണ്ടോ പെണ്ണേ? ഓ പ്ലീസ്. പിന്നെ എന്തായാലും നമ്മളിപ്പോ ആരെ പറ്റിയാ സംസാരിക്കുന്നേ? ഷെല്ലിനെ പറ്റിയല്ലേ സംസാരിക്കുന്നേ? അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. ഓക്കെ, ഞാൻ ലവിലൊന്നും പെട്ടിട്ടില്ല. നിനക്കിത് അറിയാവുന്നതല്ലേ സൃഷ്ടി? ഡോക്ടർ ഡംബോ, നിന്നോട് ഞാൻ ചോദിച്ചതിന് കാരണം എന്താന്ന് വെച്ചാൽ നിനക്കെന്താ അവന് ഇത്ര വിശ്വാസം? ഐ മീൻ നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അതിനെന്താ? എല്ലാ ബന്ധങ്ങളും വിശ്വാസത്തിലാ പണിതുയർത്തുന്നത്, അതിലാണ് നിലനിൽക്കുന്നത്. ആഹാ, ആ പൊട്ടക്കുരങ്ങനായിരിക്കും ഇതൊക്കെ നിന്നെ പഠിപ്പിച്ചു തന്നത്. ആ ശരിക്കും എനിക്ക് തോന്നുന്നത് അവന്റെ മിഡിൽ നെയിം വിശ്വാസം എന്നായിരിക്കുന്ന. അതുകൊണ്ടായിരിക്കും നീയും എപ്പോഴും വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത്. എനിവേസ് പ്രീതം, എനിക്കിപ്പോ വഴക്കൂടാനൊന്നും സമയമില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി, നിനക്ക് ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വാ, എന്നിട്ട് തെളിയിക്കുക ഞങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന്. പക്ഷെ ആ ഷേളിന്റെ സ്ലാം ബുക്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാ സോ ഐ എം ദ വിന്നർ. പിന്നെ നീയാണ് ശരിയെങ്കിൽ നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം. ഐ മീൻ ഞാൻ നിന്റെ ജോലിക്കാരൻ വേണമെങ്കിലും ആവാം. നിന്റെ ഡ്രസ് അയൺ ചെയ്യാം, നിന്റെ ചെരുപ്പ് വൃത്തിയാക്കാം, പിന്നെ വീട് വേണമെങ്കിലും വൃത്തിയാക്കാം. നീ എന്ത് പറഞ്ഞാലും ഉറപ്പായിട്ട് ഞാൻ ചെയ്യാൻ പ്രീത, എന്ത് വേണമെങ്കിലും. ഇത്രയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇത്തവണയും നിനക്ക് തെറ്റുപറ്റി എന്ന് തെളിഞ്ഞാൽ നിന്റെ മനസ്സിൽ പൃഥ്വിയെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടല്ലോ, നീ എന്നേക്കുമായി തന്നെ ഇറേസ് ചെയ്യണം. അഗ്രീഡ്? എഗ്രീഡ്. ഇനി നിന്റെ ഭാഗം ശരിയെന്ന് വന്നു കഴിഞ്ഞാ ഞാൻ നീ പറയുന്ന എന്തോ അനുസരിക്കും. പൃഥ്വിയോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. പക്ഷെ പൃഥ്വി അവള് ശരിയല്ല, എപ്പോഴും രക്ഷപ്പെട്ട് കളയും. പക്ഷെ ഇത്തവണ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതെന്റെ ചലഞ്ചാണ്. ഓൾറൈറ്റ്, ഞാനും നിങ്ങളുടെ കൂടെ വരാം.